അങ്ങനെ നീണ്ട ഒരാഴ്ചത്തെ പനിപിടുത്തവും കിടപ്പിലാവലിനും ശേഷം തിരിച്ചു പോവാണ്. പോയപ്പോൾ തന്നെ ഇനി കുക്ക് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ കറിയൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് അമ്മാമ്മ പോണ്ട 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടുതൽ മടി പിടിപ്പിക്കുകയായിരുന്നു. എന്നാലും പോകാണ്ട് നിവർത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി. ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു മൂഡില്ലായിരുന്നു. 2.5-3 മണിക്കൂറിൻ്റെ അടുത്ത് വീണ്ടും ബസ്സിലിരുന്ന് പോകാമെന്ന് വെച്ചാൽ എൻ്റെ തണ്ടലതിന് സമ്മതിക്കില്ലായിരുന്നു. പ്രായമായി. അങ്ങനെ ട്രെയിനിൽ പോകാമെന്നുള്ള ഒരു തീരുമാനം എടുത്തു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു 3:15 ട്രെയിൻ ഇന്ത്യൻ റെയിൽവേയുടെ യൂഷ്വൽ സ്വഭാവം കാണിച്ചു. 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്തി. കുറേ റെയിൽവേ സ്റ്റേഷനിലിരിക്കുമ്പോൾ പിന്നെ നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ സമയം പോണത് അറിയില്ലല്ലോ. ഇങ്ങനെ ആൾക്കാർ വരണു പോണു അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. കയറി കഴിഞ്ഞപ്പോൾ മാസ്ക് വെക്കണമെന്ന് വീട്ടിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് മാസ്ക് ഊരാണ്ട് ഇങ്ങനെ വെച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിയർത്ത് കുളിച്ച് ആകെ ഒരവസ്ഥയായി. എന്നാലും മാസ്ക് വരല്ലോ. മാസ്ക് ഇട്ടിട്ട് ഫോട്ടോ അയച്ചപ്പോൾ അമ്മ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗുഡ് ഗേൾ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് മാസ്ക് ഊരാണ്ട് അങ്ങനെ തന്നെ വെപ്പിച്ചു. ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നത് എത്ര വിയർത്തു അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. എന്നാലും കഷ്ടപ്പാട് തന്നെ. അങ്ങനെ തിരിച്ച് റൂമിലെത്തി. സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്ത് വെച്ചു. ഇനി നാളെ തൊട്ട് ബാക്ക് ടു നോർമൽ റൊട്ടീൻ. അപ്പോൾ ബൈ.